ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ എങ്ങനെയാലും എല്ലാ ബ്ലാസ്റ്റേഴ്സ് ആരാധകരും ഏറെ സന്തോഷവാന്മാരായിരിക്കും എങ്ങനെയാലും എന്ന്. അങ്ങനെ മോഹൻ ബഗാനെയും നമ്മൾ പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു 6ഓളം മത്സരം മോഹൻ ബഗാൻ നമ്മൾ വിജയിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അത് സാധിച്ചിരിക്കുകയാണ്. അതും അവരുടെ തട്ടകമായ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ വെച്ച് 1-0 എന്ന സ്കോറിൽ നമ്മൾ വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ്. അതുപോലെ പോയിന്റ് ടാബിളിൽ 26 പോയിന്റോടെ ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് നമ്മുടെ സ്വന്തം കേരള ബ്ലാസ്റ്റേഴ്സ് 12 മത്സരങ്ങളിൽ നിന്ന്. അപ്പോൾ അവസാനത്തെ 3 മത്സരവും വിജയിച്ചിട്ടാണ്. അപ്പോൾ എങ്ങനെ ആലും പുതിയ 2023 എന്നുള്ള ഈ വർഷം അങ്ങ് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ 2023 വർഷം നമ്മൾ പിന്നിടുമ്പോൾ ലാസ്റ്റ് മത്സരം വിജയിച്ചതിൻ്റെ സന്തോഷത്തോടെ തന്നെ നമുക്ക് ആ ഒരു ഏഷ്യൻ കപ്പിൻ്റെ ബ്രേക്കിലേക്ക് നമുക്ക് പോകാം. എങ്ങനെയാലും മത്സരത്തിലേക്ക് വരുമ്പോൾ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത പോലെ തന്നെ ഒരു മാറ്റം മാത്രമാണ് ലൈനപ്പിന് മാറ്റം വന്നിട്ടുണ്ടായിരുന്നത്. വിപിന് പകരം അസർ വന്നു. അപ്പോൾ അതിൽ അസറിനെ തന്നെയാണ് എടുത്ത് എനിക്ക് പറയാനുള്ളത്. അസറിൻ്റെ പെർഫോമൻസ് ഒരു ജമ്മാണെന്ന് തന്നെ പറയാം. മിഡ്ഫീൽഡ് ആജാതി കളിയായിരുന്നു അസർ ഇന്ന് ആ മിഡ്ഫീൽഡ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. അവരിലൊക്കെ അങ്ങനെ ISL എക്സ്പീരിയൻസ് ആയ താപ്പ പോലത്തെ പ്ലെയറിനൊന്നും കണ്ടിട്ട് പോയില്ല. എന്നാൽ ഒരു കേരള പ്രീമിയർ ലീഗ് കളിച്ച് വരുന്ന പ്ലെയറാണ് നമ്മുടെ അസർ, നമ്മുടെ അക്കാഡമി പ്ലെയർ. ഒരു ISL എക്സ്പീരിയൻസ് പ്ലെയർ കളിക്കുന്ന അതേപോലെയാണ് താരത്തിൻ്റെ കളി. അതിനേക്കാൾ മുകളിലായിരുന്നു ഇന്നത്തെ മത്സരം എന്ന് പറയാം. എത്ര അധികം ബോളുകളാണ് മിഡ്ഫീൽഡ് അവരുടെ ഫോറിൻ പ്ലേയേഴ്സിൽ നിന്നൊക്കെ റാഞ്ചി എടുക്കുന്നത്, എത്ര പന്ത് ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നുണ്ട് മിഡ്ഫീൽഡ് കളി കണ്ട് എല്ലാവർക്കും അറിയാം. അത്രയും മികച്ച പ്രകടനം. അതുപോലെ ലാസ്റ്റ് ഒരു അസിസ്റ്റ് കിട്ടണ്ടായിരുന്നു. 2 അതുപോലത്തെ പാസുകൾ അസറിൻ്റെ ഭാഗത്തുനിന്ന് അസിസ്റ്റ് ലഭിക്കേണ്ട പാസുകൾ രാഹുലിനൊക്കെ അവസാനം ലഭിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ത്രൂ പാസുകളും പാസിങ് ആക്രോസി ഒക്കെ പക്കയാണ്. അസറിനെ എങ്ങനെയാലും എടുത്തു വരേണ്ടത് നമ്മുടെ ഒരു അണ്ടർ റൈറ്റഡ് പ്ലെയർ ആണ്. കൂടുതൽ അവസരങ്ങൾ കൊടുക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഐമൻ അസർ ആ കോംബോ അവർ 2 പേരും ഇറങ്ങുമ്പോൾ നല്ല രീതിയിൽ അറ്റാക്കുകൾ വരുന്നത്. ഐമൻ ഗ്രേറ്റ് പെർഫോമൻസ് ആണ് ഇന്നും കാഴ്ചവെച്ചത്. പിന്നെ രാഹുലും നല്ല പെർഫോമൻസ് ആണ്. ലാസ്റ്റ് ചാൻസ് ഗോളാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വളരെ ദുഃഖം നൽകുന്ന കാര്യമാണ്. എങ്ങനെയാലും കഴിഞ്ഞ മത്സരത്തിൽ നിന്നൊക്കെ ബെറ്ററായി വരുന്നുണ്ട് രാഹുലും. പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് ഹാഫിൽ ഒരു കിഡിലൻ പെർഫോമൻസ് ആണ് ലാസ്റ്റ് സീസൺ. നമുക്ക് ഇന്ന് ഗോൾ സ്കോർ ചെയ്തത് അത് പറഞ്ഞില്ല. ദിമിത്രിയോസ് ഡയമൻഡോസ് വീണ്ടും സ്കോർ ചെയ്യാണ്. നെക്സ്റ്റ് മത്സരത്തിലും 7 ഗോളുകളായിട്ട് ഇപ്പോൾ ടോപ്പ് സ്കോററാണ്. അപ്പോൾ ഡിമി 9-ാം മിനിറ്റിൽ ആദ്യം തന്നെ ഒരു ബാറിൽ തട്ടി പോയിട്ടുണ്ടായിരുന്നു, ക്രോസ് ബാറിൽ. പിന്നെ അതിനുശേഷം ഡിമി ഗോൾ അടിക്കുന്നു. അതുപോലെ പെപ്പറയുടെ ഷോട്ട് ഫസ്റ്റ് ഹാഫിലുണ്ടായിരുന്നു, അതും കീപ്പർ തട്ടിയിടുന്നു. എങ്ങനെയാലും ഫസ്റ്റ് ഹാഫിൽ കുറേ ചാൻസ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഗോൾ സ്കോർ ചെയ്ത് പിന്നെ നമ്മൾ സാധാ പോലെ നമ്മൾ ബാക്ക് വലിഞ്ഞ് കളിക്കുകയായിരുന്നു. സെക്കൻഡ് ഹാഫിൽ അത്ര അറ്റാക്കുകളൊന്നും നമ്മൾ നടത്തിയിട്ടില്ല. പക്ഷെ നമുക്ക് കുറേ ചാൻസുകൾ സെക്കൻഡ് ഹാഫിലാണ് ലഭിച്ചതെന്ന് തന്നെ പറയാം. ലാസ്റ്റ് ടൈമിൽ രാഹുലിനൊരു നല്ല ചാൻസ് അസറിൻ്റെ ത്രൂ പാസിൽ നിന്ന് ഗോൾ കീപ്പറും രാഹുലും മാത്രം 1v1 ഗോൾ കീപ്പറിനെ മറികടന്ന് അടിക്കാൻ പറ്റിയില്ല. ഗോൾ കീപ്പർ തട്ടിയിട്ട് നല്ലൊരു ചാൻസ് ആയിരുന്നു. പിന്നെ അതിനുശേഷം ദൈസുക്കിക്ക് സൗരവ് മണ്ഡൽ നല്ലൊരു ബന്ധിട്ടെടുത്തു. ദൈസുക്കിയും ഓപ്പൺ ചാൻസ്, അതും ഗോളായില്ല. എന്തോ ദൈസുക്കി സബ്ബായി വരുമ്പോൾ ഗോൾ അടിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു. അപ്പോൾ എങ്ങനെയാലും ആരാധനെ സംബന്ധിച്ച് സന്തോഷമാണ്. ഇനി കൂടുതലൊന്നും പറയുന്നില്ല, സന്തോഷത്തിൽ പലവും പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാലും അതുപോലെ തന്നെ നമ്മുടെ ഇവാൻ ആശാന് എല്ലാ ടീമുകളായിട്ടും അങ്ങനെ വിജയിച്ചു. ISL വന്നിട്ട് 12 ടീമിനായിട്ട് ഇപ്പോൾ വിജയിച്ചു. മോഹൻ ബഗാൻ വിജയിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ആശാന്. ഇപ്പോൾ ആ വിന്നും അതുപോലെ അവരുടെ തട്ടകത്തിൽ പോയിട്ട് തന്നെ അണ്ണാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. അപ്പോൾ എങ്ങനെയാലും ഇന്നത്തെ മത്സരവുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും കമൻറ്റായി രേഖപ്പെടുത്ത വീഡിയോ അവസാനിക്കുകയാണ്. നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.